നമസ്കാരം. നെത്തോലി ഒരു ചെറിയ മീനാണ്, എന്നാൽ രുചിയുടെ കാര്യത്തിൽ അവൻ വലിയവനാണ്. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു നെത്തോലി കൊണ്ട് തയ്യാറാക്കുന്ന ഒരു മീൻകറിയാണ്. എന്റെ പേര് ഈശ്വർ പ്രസാദ്. രുചിലോകത്തേക്ക് സ്വാഗതം. മീനിന്റെ അരപ്പ് റെഡിയാക്കുന്നതിലേക്കായി ചിരണ്ടിയ തേങ്ങ 2 പിടി എടുക്കാം. അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അതോടൊപ്പം 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടിയല്ല, സാധാ മുളക് പൊടിയാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ മതിയാകും. ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടൊമാറ്റോ കട്ട് ചെയ്തത്. ചെറിയ ഒരു ടൊമാറ്റോ മതിയാകും, അല്ലെങ്കിൽ വലുതിന്റെ പകുതി ഇട്ടാലും മതി. ഒരു നെല്ലിക്ക വലിപ്പമുള്ള വാളൻ പുളി വെള്ളത്തിൽ കുതിർത്തെടുക്കുക. കുതിർത്തെടുത്ത ശേഷം വെള്ളവും പുളിയുമായി ഇതിലേക്ക് ചേർക്കാം. ഇതോടൊപ്പം അല്പം വെള്ളവും കൂടെ ചേർക്കാം. നമുക്കത് മഷി പോലെ അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു ചട്ടി ചൂടാക്കാനായി വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. മീൻ കറികൾ വയ്ക്കുവാനായി മൺചട്ടികൾ ഉപയോഗിക്കുന്നതാവും കൂടുതൽ നല്ലത്. എണ്ണ ചൂടാകുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചതച്ച് ചേർക്കാം. 2 പച്ചമുളക്, 5 വെളുത്തുള്ളി അല്ലി, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി എന്നിവയാണ് ഇതിൽ ചതച്ച് ചേർത്തിരിക്കുന്നത്. ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് 5 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് സവാളയുടെ നിറം അല്പം മാറുന്നതുവരെ ഒന്ന് വഴറ്റി യോജിപ്പിക്കുക. ഇനി അരച്ചു വെച്ച അരപ്പ് ചേർക്കാം. ഇനി അരപ്പ് നല്ല രീതിയിൽ വഴറ്റി യോജിപ്പിക്കുക. ഈ സമയത്ത് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഈ അരപ്പ് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക. എണ്ണയെല്ലാം നല്ല തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാൻ നോക്കുക. അരപ്പ് തിളച്ചു തുടങ്ങുമ്പോൾ അതിലേക്ക് അരപ്പ് എടുത്തു വച്ചിരുന്ന മിക്സി ജാറ് കഴുകി ആ വെള്ളവും അതിലേക്ക് ചേർക്കാം. ഇനി ഇവ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. നമ്മളിവിടെ 1/2 കിലോ നെത്തോലിയാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ ചാറ് ആവശ്യമാണെങ്കിൽ അല്പം കൂടെ വെള്ളം ചേർക്കാം. അതല്ല, ചാറ് ഇത്രയും മതിയെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ തുടരാവുന്നതേ ഉള്ളൂ. 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. തുടർന്ന് തിളയ്ക്കാനായി സമയം കൊടുക്കാം. തിളച്ചു തുടങ്ങുമ്പോൾ കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ച നെത്തോലി ഇതിലേക്ക് ചേർക്കാം. മീനുകളുടെ ഉളുമ്പ് മണം മാറുന്നതിന് കഴുകി വൃത്തിയാക്കി വെച്ച മീനിൽ അല്പം വിനാഗിരി ഒഴിച്ച് 10 മിനിറ്റ് നേരം വയ്ക്കുക. തുടർന്ന് 1 വെള്ളം കൂടി കഴുകിയ ശേഷം നമുക്ക് പാചകം ചെയ്യാനായി എടുക്കാം. മീനിനോടൊപ്പം 1 ടൊമാറ്റോ കട്ട് ചെയ്തത് ചേർക്കാം. ഈ സമയം തന്നെ ടൊമാറ്റോ അല്ല എങ്കിൽ മാങ്ങ അല്ലെങ്കിൽ മുരിങ്ങയ്ക്ക, പുളിഞ്ചിക്ക എന്നിവ ഇഷ്ടമാണെങ്കിൽ ചേർക്കാവുന്നതേ ഉള്ളൂ. തിള വന്നു തുടങ്ങിയാൽ പിന്നീട് അടച്ചു വെച്ച് വേവിക്കാം. നല്ല രീതിയിൽ തിളയ്ക്കുമ്പോൾ, അതായത് ഒരു 3 മിനിറ്റ് ആകുമ്പോഴേക്കും ഓപ്പൺ ചെയ്യാം. മീന് ഉടഞ്ഞു പോകാതെ അല്പം ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുക. വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം 8 മിനിറ്റ് ആകുമ്പോഴേക്കും മീൻ പൂർണ്ണമായി വെന്തിട്ടുണ്ടാകും. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചേർക്കാനുണ്ട്, എങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു പാൻ ചൂടാക്കാനായി വെച്ച ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക്, 5 ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും 3 വറ്റൽമുളക് കട്ട് ചെയ്തതും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി താളിപ്പ് മീനിലേക്ക് ചേർക്കാം. താളിപ്പ് മീനിൽ ചേർത്ത ശേഷം ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ സമയം മീനൊന്നും ഉടഞ്ഞു പോകാതിരിക്കാൻ നോക്കുക. തുടർന്ന് അരമണിക്കൂറിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാനെടുക്കാം. വളരെ രുചികരമായ നെത്തോലി മീൻ കറി റെഡിയായിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ സഹകരണം ഉണ്ടാകും എന്ന വിശ്വാസത്താൽ അടുത്ത രുചിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.